മുണ്ടൂർ വേളക്കോട് ഓയിൽ കമ്പനിയിൽ വൻ അഗ്നിബാധ. മുണ്ടൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഗൾഫ് ഓയിൽ എന്ന സ്ഥാപനത്തിലാണ് പുലർച്ചെ അഗ്നിബാധയുണ്ടായത്. ഗൌഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റുകൾ എത്തിയാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത്. സ്ഥാപനത്തിന് തീ കൊളുത്തിയെന്ന് സംശയിക്കുന്ന പേരാമംഗലം വ്യക്തിയെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ മാനസിക രോഗിയാണെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. മുകേഷ്, നമുക്കറിയാം ഒരു ഓയിൽ കമ്പനിയിൽ അഗ്നിബാധ എന്ന് പറയുമ്പോൾ അത്രയധികം ഭയാനകമായ രീതിയിൽ തന്നെ പൂർണ്ണമായും സ്ഥാപനം കത്തി നശിച്ച രീതിയിലേക്ക് മാറിയിരിക്കുന്നു. എപ്പോഴാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്? ഒപ്പം തന്നെ ഇത് സ്ഥാപനത്തിന് തീ കൊളുത്തിയതാണ് എന്നുള്ളൊരു സംശയം പ്രാഥമികമായി പറയുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലിറ്റി, പ്രദേശവാസികളാണ് പുലർച്ചെ ഈ സ്ഥാപനത്തിൽ തീ പടരുന്നതായി കണ്ടത്. ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ തീ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുകയായിരുന്നു. കുന്നംകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ഉൾപ്പെടെ 7ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. പ്രദേശവാസികളും ഒപ്പം ചേർന്നു. പക്ഷേ ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു. ഏറെ വൈകി 8 മണിക്ക് ശേഷമാണ്, രാവിലെ 8 മണിക്ക് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ പ്രദേശവാസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായും അങ്ങനെ തനിയെ തീ പടർന്നതായിരിക്കില്ല, ആരെങ്കിലും കത്തിച്ചതാകാമെന്ന സംശയം ഉടലെടുത്തു. ഇതേ തുടർന്ന് ഉള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പേര് ടിറ്റോ തോമസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേരിന്റെ കാര്യത്തിൽ കൃത്യമായ വ്യക്തത പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇദ്ദേഹം ഇതിന് തീ കൊളുത്തുകയായിരുന്നു, പുലർച്ചെ എത്തിയെന്ന് പോലീസിനോട് മൊഴി നൽകുകയാണ് ഉണ്ടായത്. നേരത്തെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇയാളെ പിരിച്ചുവിട്ടതിനെ ചൊല്ലിയുള്ള മനോവിഷമം മൂലമാണ് തീ കൊളുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് ഈ ഗോഡൌൺ ഉടമ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പിടിയിലായ എന്ന് പറയാൻ സാധിക്കില്ല, പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ വ്യക്തിയെ പോലീസ് കൂടുതലായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിറ്റി, ശരി മുകേഷ്, വിശദാംശങ്ങൾ നൽകിയതിന്. മുണ്ടൂർ വേളക്കോട് ഓയിൽ കമ്പനിയിൽ വൻ അഗ്നിബാധ. മുണ്ടൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഗൾഫ് ഓയിൽ എന്ന സ്ഥാപനത്തിലാണ് പുലർച്ചെ അഗ്നിബാധയുണ്ടായത്. സ്ഥാപനത്തിന് തീ കൊളുത്തിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ പേരാമംഗലം പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് മുകേഷ് ലാൽ നൽകിയത്.